മാം, ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ ഡൗട്ട് ആണ് സ്പായെ പറ്റി ഒന്ന് പറയാവോ? സ്പാ എത്ര നാൾ കൂടുമ്പോ ചെയ്യണമെന്നൊന്ന് പറഞ്ഞു തരാവോ? ഓക്കെ, നിങ്ങള് സ്പായെ പറ്റി ചോദിക്കുമ്പോ എന്താ പറയാറുള്ളത്? സ്പാ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണെന്ന് പറയാറുണ്ട്, മന്ത്ലി ചെയ്യണം പറയാറുണ്ട്. ഓക്കെ, അപ്പം നമ്മള് എത്ര ടൈപ്സ് സ്പാ ക്രീം ആണ് ഉള്ളത്? ആക്ച്വലി ഡ്രൈ ഹെയറിന് വേണ്ടിയിട്ടുള്ളത് അല്ലെ, നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്ത ഹെയറിന് വേണ്ടിയിട്ടുള്ളത്, ഓയിലി ഹെയറിന് വേണ്ടിയിട്ടുള്ളത്, ഓയിലി ആയിട്ടുള്ള ഡാൻഡ്രഫോട് കൂടിയ സ്കാൽപ്പ് അടങ്ങിയ ഹെയറിന് വേണ്ടിയിട്ടുള്ളത് അല്ലെ. അപ്പൊ 4 ടൈപ്സ് ട്രീറ്റ്മെന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെ. അപ്പോൾ നിങ്ങൾ ക്ലയൻസിനോട് പറഞ്ഞു കൊടുക്കുക, മന്ത്ലി വൺസ് ഒരു ഹെയർ സ്പാ. ഓക്കെ, ഇപ്പൊ ഒരു 4 ഇയേഴ്സിന് ശേഷമാണ് ഈ ബൊട്ടോക്സിന് ഇത്രയും പ്രാധാന്യം വന്നത്. കാരണം എന്നതാന്ന് വെച്ചാല് ബൊട്ടോക്സ് ഒരു പെർമനന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ പ്രോസസ്സാണ് അല്ലെ. ഹെയർ സ്പാ എന്ന് പറയുന്നത് നമ്മൾ എത്ര ഹെയർ വാഷ് ചെയ്യോ അത്രയും ഹെയർ വാഷ് അനുസരിച്ചിട്ട് ഹെയറിൽ നിന്ന് പൊക്കോണ്ടിരിക്കും. 1 മന്ത് വരെ ഹെയറിൽ നിൽക്കും അല്ലെ. അതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പൊ ഇതാണ് സ്പായുടെ വ്യത്യാസം എന്ന് പറയുന്നത് അല്ലെ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പോയി ഓൺലൈനിൽ നിന്ന് സ്പാ ക്രീം വാങ്ങിയിട്ട് ചെയ്യാൻ നോക്കരുത്. ഓൺലൈനിൽ നിന്ന് കിട്ടുന്ന എല്ലാ പ്രൊഡക്ട്സും ഒത്തന്റിക് അല്ല, സെക്കൻഡ് ക്വാളിറ്റി പ്രൊഡക്ട്സുകളാണ്. പ്രൊഫഷണൽ സലൂണിൽ പ്രൊഫഷണൽ ആയിട്ട് ഒരു ഹെയർ സ്പാ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് കാമാവാനും നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് ഹെയർ നന്നായിട്ട് ഗ്രോ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. എൻ്റെ ഹെയറിന് ഞാൻ എല്ലാ മാസവും ഒരു സ്പാ കൊടുക്കാറുണ്ട് എൻ്റെ മീ ടൈമിൽ അല്ലേ.